പ്രിയമുള്ളവരെ, വചനജ്വാല 1638 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഫെബ്രുവരി 24 ചൊവ്വാഴ്ച എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. 50 നോമ്പ് 8-ാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചന വായനയിൽ ജെറമിയായുടെ പുസ്തകം 17-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. യൂദായുടെ പാപം നാരായം കൊണ്ട് എഴുതിയിരിക്കുന്നു. വജ്രമുന കൊണ്ട് അവരുടെ ഹൃദയഭിത്തികളിലും അവരുടെ ബലിപീഠങ്ങളിലെ കൊമ്പുകളിലും കൊത്തിവെച്ചിരിക്കുന്നു. അത് അവർക്കെതിരെ സാക്ഷ്യം വഹിക്കും. ഓരോ പച്ചമരച്ചുവട്ടിലും കുന്നിൻ മുകളിലും ഗിരിശൃംഗങ്ങളിലും അവർ സ്ഥാപിച്ച ബലിപീഠങ്ങളും അശേരാ പ്രതിഷ്ഠകളും നിൽക്കുന്നു. നാടുനീളെ ചെയ്തിട്ടുള്ള പാപത്തിന് നിന്റെ സമ്പത്തും സകല നിക്ഷേപങ്ങളും കവർച്ച വസ്തുക്കളായി പകരം ഞാൻ കൊടുക്കും. ഞാൻ നൽകിയ അവകാശം നിനക്ക് നഷ്ടപ്പെടും. നീ അറിയാത്ത ദേശത്ത് ശത്രുക്കളെ സേവിക്കാൻ നിനക്ക് ഞാൻ ഇടവരുത്തും. എന്തെന്നാൽ എൻ്റെ കോപം ജ്വലിക്കാൻ നീ ഇടയാക്കി. അത് എന്നും കത്തിക്കാളും. ജ്ഞാന സൂക്തങ്ങൾ. കർത്താവ് അരുളി ചെയ്യുന്നു, മനുഷ്യനെ ആശ്രയിക്കുകയും ശരീരശക്തിയെ അവലംബമാക്കുകയും ചെയ്ത് കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ ശബ്ദൻ. അവൻ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ്. അവന് ഋതുഭേദം ഉണ്ടാവുകയില്ല. മരുഭൂമിയിലെ വരണ്ട നിർജ്ജനമായ ഒരു നിലത്ത് അവൻ വസിക്കും. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ. അവന്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിനെ ഉത്കണ്ഠയില്ല. അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. ഹൃദയം മറ്റെന്തിനേക്കാളും കാപഢ്യമുള്ളതാണ്. ശോചനീയമാംവിധം ദുഷിച്ചതുമാണ്. അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക? കർത്താവായ ഞാൻ മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്യുന്നു. ഓരോ മനുഷ്യനും അവന്റെ ജീവിത രീതിക്കും പ്രവൃത്തിക്കും അനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകും. താനിടാത്ത മുട്ടയ്ക്ക് അടയിരിക്കുന്ന തത്തിരി പക്ഷി പോലെയാണ് അന്യായമായി സമ്പത്ത് സമ്പാദിക്കുന്നവൻ. ജീവിത മധ്യത്തിൽ അത് അവനെ പിരിയും. അവസാനം അവൻ വിഡ്ഢിയാവുകയും ചെയ്യും. ആദ്യം മുതൽക്കേ ഉന്നതത്തിൽ സ്ഥാപിതമായ മഹത്വത്തിന്റെ സിംഹാസനമാണ് ഞങ്ങളുടെ വിശുദ്ധ മന്ദിരം. ഇസ്രായേലിന്റെ പ്രത്യാശയായ കർത്താവേ, അങ്ങയെ ഉപേക്ഷിക്കുന്നവരെല്ലാം ലജ്ജിതരാവും. അങ്ങിൽ നിന്ന് പിന്തിരിയുന്നവർ പൂഴിയിൽ എഴുതിയ പേര് പോലെ അപ്രത്യക്ഷരാകും. എന്തെന്നാൽ ജീവജലത്തിന്റെ ഉറവിടമായ കർത്താവിനെ അവർ ഉപേക്ഷിച്ചു. കർത്താവേ, എന്നെ സുഖപ്പെടുത്തേണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ.
കർത്താവിന്റെ വചനം എവിടെ? അതിപ്പോൾ നിവൃത്തിയാകട്ടെ എന്ന് അവർ പറയുന്നു. തിന്മ വരുത്താൻ ഞാൻ അങ്ങയോട് നിർബന്ധിച്ചപേക്ഷിച്ചില്ലെന്നും ദുർദിനം ഞാൻ അഭിലഷിച്ചില്ലെന്നും അവിടുത്തേക്ക് അറിയാമല്ലോ. എൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ടതൊന്നും അങ്ങേക്ക് അജ്ഞാതമല്ല. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ ഏദൽബർട്ടിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. 560 കെന്റിലെ രാജാവായി സ്ഥാനാരോഹണം ചെയ്ത ഏദൽബർട്ട് എഥാർമെന്റിക്കിന്റെ മകനാണ്. സാക്സൺ വർഗത്തെ ബ്രിട്ടനിൽ കുടിയിരുത്തിയ ഹെങ്കിസ്റ്റിന്റെ 5ാമത്തെ പിൻഗാമിയുമാണ് അദ്ദേഹം. ഫ്രാങ്കുകളുടെ രാജാവായ ചാറിബർട്ടിന്റെ ഏകപുത്രിയായ ബെർത്തായെയാണ് അദ്ദേഹം വിവാഹം ചെയ്തത്. തന്നിമിത്തം അദ്ദേഹത്തിന്റെ ശക്തി അത്യധികം വർദ്ധിച്ചു. ഏദൽബർട്ട് ഓഡിന്റെ ആരാധകനായിരുന്നു, ബെർത്ത ക്രിസ്ത്യാനിയും. രാജ്ഞിക്ക് കാൻറ്റർബറിയിലെ വിശുദ്ധ മാർട്ടിന്റെ ദേവാലയം രാജാവ് വിട്ടുകൊടുത്തു. 597 ഇംഗ്ലണ്ടിന്റെ അപ്പസ്തോലനായ വിശുദ്ധ അഗസ്റ്റിൻ കെന്റിൽ വന്നിറങ്ങുകയും അതേ വർഷം ജൂൺ 21 പെന്തക്കുസ്ത തിരുനാൾ ദിവസം ഏദൽബർട്ട് സ്നാനം സ്വീകരിക്കുകയും ചെയ്തു. രാജാവിനെ അനുകരിച്ച് ഏതാനും മാസങ്ങൾക്കുള്ളിൽ 10,000-ഓളം പേർ സ്നാനപ്പെട്ടു. അദ്ദേഹമാണ് കാൻറ്റർബറി കത്തീഡ്രൽ നിർമ്മിച്ചത്. ശൈശവദിശയിലായിരുന്ന ആംഗ്ലോ സാക്സൺ സഭയുടെ സംരക്ഷകനെ പോലെയാണ് ഏദൽബർട്ട് വ്യാപരിച്ചത്. ഒരു വിജാതീയ പ്രാർത്ഥനാലയം വിശുദ്ധ പത്രോസിന്റെ ദേവാലയമാക്കി മാറ്റിയെങ്കിലും ഒരൊറ്റ വിജാതീയനെ പോലും സ്നാനം നൽകുവാൻ നിർബന്ധിച്ചില്ല. തൻ്റെ ഹൃദയത്തിലും ക്രിസ്തു പ്രജകളുടെ ഹൃദയത്തിലും രാജാവായി വാഴണമെന്ന് അദ്ദേഹം അതിയായി ആഗ്രഹിച്ചിരുന്നു. പ്രായശ്ചിത്തവും പ്രാർത്ഥനാ ചൈതന്യവും അദ്ദേഹത്തിൽ തിളങ്ങി നിന്നിരുന്നു. ആത്മപരിത്യാഗവും അധ്വാനവും ജാഗരണവുമായിരുന്നു അവയുടെ നിദാനം. വിഗ്രഹാരാധന അദ്ദേഹം വിലക്കി. സ്വന്തം അരമന അദ്ദേഹം ആർച്ച് ബിഷപ്പിനെ വിട്ടുകൊടുത്തു. പല ദേവാലയങ്ങളും സ്ഥാപിച്ചു. പൗരസ്ത്യ സാക്സൺമാരുടെ രാജാവ് സെർബർട്ടിനെ അദ്ദേഹം സ്നാനപ്പെടുത്തി. 56 കൊല്ലത്തെ വാഴ്ചയ്ക്ക് ശേഷം ഭൗമിക കിരീടം അദ്ദേഹം സ്വർഗീയ കിരീടവുമായി വെച്ചുമാറി. വിജാതീയനായി ജനിച്ച ഏദൽബർട്ട് രാജകീയാധികാരത്തിന്റെ ഉടമയായിരുന്നിട്ടും വിശുദ്ധി പ്രാപിക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ അദ്ദേഹം മുടക്കം കൂടാതെ നടത്തിക്കൊണ്ടിരുന്നു. അതിനാൽ അദ്ദേഹം ഒരു പ്രസിദ്ധനായ വൈദികനായി. പ്രിയമുള്ളവരെ, സന്മനസ്സുണ്ടെങ്കിൽ സമ്പത്തോ പ്രഭുത്വമോ രാജ്യത്വമോ ഒന്നും വിശുദ്ധിക്ക് പ്രതിബന്ധമല്ല എന്ന് വിശുദ്ധ ഏദൽബർട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വിശുദ്ധ ഏദൽബർട്ടിന്റെ രാജാവായിരുന്ന വിശുദ്ധ ഏദൽബർട്ടിന്റെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.